ഗുഡ് ഈവനിങ്. ഞാൻ ഡോണ. കോടഞ്ചേരി മീഡിയ. സന്ധ്യാവാർത്തയിലേക്ക് സ്വാഗതം. നരഭോജിക്കടുവയുടെ ആമാശയത്തിൽ കമ്മൽ, വസ്ത്രം, മുടി രാധയുടേതെന്ന സംശയം, കഴുത്തിൽ 4 വലിയ മുറിവുകൾ. ബത്തേരി പഞ്ചാരക്കൊല്ലിയിൽ ചത്ത കടുവയുടെ ആമാശയത്തിൽ നിന്ന് കമ്മൽ, വസ്ത്രങ്ങളുടെ ഭാഗം, മുടി എന്നിവ കണ്ടെത്തി. ഇവ പഞ്ചാരക്കൊല്ലിയിൽ കടുവ കൊന്ന രാധയുടേതാണെന്നാണ് സൂചന. കടുവയുടെ കഴുത്തിൽ 4 വലിയ മുറിവുകളുണ്ടായിരുന്നുവെന്നും മരണകാരണം ഈ മുറിവുകളാണെന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ അറിയിച്ചു. നരഭോജി കടുവയുടെ കഴുത്തിലെ വലിയ മുറിവുകൾക്ക് അധികം പഴക്കമില്ല. ഇന്നലെ രാത്രിയിൽ കാട്ടിൽ ഏറ്റുമുട്ടലുണ്ടായതിന്റെ ഭാഗമായാണ് ഈ മുറിവുകളുണ്ടായതെന്നാണ് കരുതുന്നത്. കടുവയുടെ ശരീരത്തിൽ മറ്റു ചെറിയ മുറിവുകളും ഉണ്ടായിരുന്നു. പ്രസവിച്ചിട്ടില്ലാത്ത 5 വയസ്സോളം പ്രായമുള്ള പെൺകടുവയാണ് ചത്തത്. ചത്ത കടുവ വയനാട് ഡാറ്റാബേസിൽ ഉള്ളതല്ല. കാടിറങ്ങുന്ന കടുവ ആദ്യം കാലികളെയാണ് പിടിക്കുന്നത്. മനുഷ്യനെ നേരിട്ട് ആക്രമിക്കുന്നത് അപൂർവമാണ്. ആന്തരികാവയവങ്ങളുടെ പരിശോധനയ്ക്ക് സാമ്പിളുകൾ ശേഖരിച്ചു. പഞ്ചാരക്കൊല്ലിയിൽ നിരീക്ഷണം തുടരും, പ്രമോദ് ജി കൃഷ്ണൻ പറഞ്ഞു. മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ യുവതിയെ കൊന്നുതിന്ന കടുവയെ ഇന്ന് പുലർച്ചെയാണ് പിലാക്കാവിൽ വീടിനോട് ചേർന്ന് ചത്ത നിലയിൽ കണ്ടെത്തിയത്. വെടിവെച്ച് കൊല്ലാൻ നീക്കം നടത്തുന്നതിനിടെയാണ് കടുവ ചത്തത്. സമരം പിൻവലിച്ച് റേഷൻ വ്യാപാരികൾ. സമരക്കാരുടെ ആവശ്യങ്ങളിൽ പൊതുധാരണയായി. ശമ്പളം നാളെ നൽകും. തിരുവനന്തപുരം റേഷന് വ്യാപാരികൾ അനിശ്ചിതകാലത്തേക്ക് ആരംഭിച്ച കടയടപ്പ് സമരം പിൻവലിച്ചു. ഭക്ഷ്യമന്ത്രി ജി.ആർ. അനിലുമായി റേഷന് ഡീലേഴ്സ് കോഓർഡിനേഷന് സംസ്ഥാന കമ്മിറ്റി നടത്തിയ ചർച്ചയിലാണ് സമരം പിൻവലിക്കാൻ തീരുമാനമായത്. റേഷൻ വ്യാപാരികൾ ഉന്നയിച്ച 4 ആവശ്യങ്ങളിൽ 2 എണ്ണത്തിൽ ധാരണയിലെത്തിയെന്നാണ് സൂചന. സമരക്കാർ ഉന്നയിച്ച 2 വിഷയങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലുള്ളതാണെന്നതിനാൽ സംസ്ഥാന സർക്കാരിന് വിഷയത്തിൽ നിലപാടെടുക്കാൻ സാധിക്കില്ലെന്നും ചർച്ചയിൽ മന്ത്രി അറിയിച്ചിട്ടുണ്ട്. പ്രധാനമായും ഡിസംബർ മാസത്തെ ശമ്പളത്തിലാണ് ധാരണയായത്. ശമ്പളം നാളെ തന്നെ നൽകുമെന്ന് ഭക്ഷ്യമന്ത്രി അറിയിച്ചു. ശമ്പളം നാളെ തന്നെ അനുവദിക്കാമെന്ന് ധനമന്ത്രി ഉറപ്പു നൽകിയ സാഹചര്യത്തിലാണ് ചർച്ചയിൽ ഇക്കാര്യം അറിയിച്ചത്. റേഷൻ വ്യാപാരികളുടെ വേതനവർധന സംബന്ധിച്ച റിപ്പോർട്ട് സർക്കാർ പഠിക്കുകയാണെന്നും മാർച്ച് മാസത്തോടെ വിഷയത്തിൽ തീരുമാനമെടുക്കാമെന്നും ധാരണയായി. ഇതോടെയാണ് അനിശ്ചിതകാലം സമരം പിൻവലിച്ചത്. 14,000-ഓളം റേഷന് കടകളാണ് സംസ്ഥാനത്തുള്ളത്. സമരം ആരംഭിച്ചതോടെ ഇതിൽ 200-ഓളം കടകൾ മാത്രമായിരുന്നു ഇന്ന് തുറന്നത്. ബഹുഭൂരിപക്ഷം റേഷന് കടകളും അടഞ്ഞുകിടന്നതിനാല് സംസ്ഥാനത്തെ റേഷന് വിതരണം പൂർണ്ണമായി സ്തംഭിച്ചിരുന്നു. ഈ മാസത്തെ റേഷന് വിതരണവും സംസ്ഥാനത്ത് ഇതുവരെ പൂർത്തിയായിട്ടില്ല. റേഷൻ കടകളുടെ സമരം നേരിടാൻ ആവശ്യമെങ്കിൽ കടകൾ ഏറ്റെടുക്കുമെന്നാണ് ഭക്ഷ്യമന്ത്രി ജി.ആർ. അനിൽ രാവിലെ പറഞ്ഞത്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശത്തെ തുടർന്ന് അടിയന്തര സമവായ ചർച്ച നടത്തുകയായിരുന്നു. നെന്മാറയിൽ അമ്മയെയും മകനെയും വെട്ടിക്കൊന്നു. പ്രതി കൊലക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ അയൽവാസി. നെന്മാറ പോത്തുണ്ടി ബോയൻ കോളനിയിൽ അമ്മയെയും മകനെയും യുവാവ് വെട്ടിക്കൊലപ്പെടുത്തി. ലക്ഷ്മി 75, സുധാകരൻ 56 എന്നിവരാണ് കൊല്ലപ്പെട്ടത്. സുധാകരൻ വീട്ടിനകത്തും ലക്ഷ്മി നെന്മാറ ഗവൺമെന്റ് ആശുപത്രിയിൽ വെച്ചുമാണ് മരിച്ചത്. കൊലക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതിയും അയൽവാസിയുമായ ചെന്താമരയാണ് ഇരുവരെയും കൊലപ്പെടുത്തിയത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുടുംബ വഴക്കാണ് കൊലപാതക കാരണമെന്നാണ് വിവരം. തിങ്കളാഴ്ച രാവിലെ 10 മണിക്കാണ് കൊലപാതകം നടന്നത്. സുധാകരന്റെ ഭാര്യ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ചെന്താമര ജയിലിലായിരുന്നു. 2019-ലാണ് പ്രതി സജിതയെ കൊലപ്പെടുത്തിയത്. 1.5 മാസം മുൻപ് ചെന്താമര ജാമ്യത്തിലിറങ്ങി. തുടർന്ന് സുധാകരനെയും മീനാക്ഷിയെയും കൊല്ലുമെന്ന് നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു. തങ്ങൾക്ക് വധഭീഷണിയുള്ളതായി ഇവർ പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു സംരക്ഷണവും ലഭിച്ചിരുന്നില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. നിലവിൽ ചെന്താമര ഒളിവിലാണ്. ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കി. പോലീസിന്റെ ഭാഗത്തുനിന്നും അനാസ്ഥയുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി ഇൻക്വസ്റ്റ് നടപടികൾക്കായി എത്തിയവരെ നാട്ടുകാർ തടഞ്ഞു. പോലീസും നാട്ടുകാരും തമ്മിൽ ഏറെ നേരം വാക്കേറ്റമുണ്ടായി. കലക്ടർ എത്താതെ മൃതദേഹങ്ങളുടെ തുടർനടപടികൾ പൂർത്തിയാക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് പ്രദേശവാസികൾ. മദ്യവില വർദ്ധിപ്പിച്ച് സർക്കാർ. കൂടിയത് 10 മുതൽ 50 രൂപ വരെ. 341 ബ്രാൻഡുകൾക്ക് വില വർധന ബാധകം. ജവാനും വില കൂടി. തിരുവനന്തപുരം 61 കമ്പനികൾ ഉത്പാദിപ്പിക്കുന്ന 341 ബ്രാൻഡ് മദ്യത്തിന്റെ വില വർദ്ധിപ്പിച്ച് സർക്കാർ. ലീറ്ററിന് 10 രൂപ മുതൽ 50 രൂപ വരെ വിലയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അടുത്തിടെ പാലക്കാട് ബ്രൂവറി തുടങ്ങാൻ അനുമതി ലഭിച്ച ഒയാസിസ് ഡിസ്റ്റിലറീസ് ലിമിറ്റഡ് ഉൾപ്പെടെയുള്ള കമ്പനികളുടെ മദ്യവിലയാണ് വർദ്ധിച്ചത്. ബെവ്കോയുടെ നിയന്ത്രണത്തിൽ ഉൽപ്പാദിപ്പിച്ചു വിൽക്കുന്ന ജവാന് റമ്മിനും വില കൂട്ടിയിട്ടുണ്ട്. ലീറ്ററിന് 640 രൂപയായിരുന്ന ജവാന് മദ്യത്തിന് 650 പുതിയ വില. മദ്യവില വർധനയ്ക്കെതിരെ പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട്. ഒയാസിസിന്റെ 20 ബ്രാൻഡുകളാണ് ബെവ്കോ വഴി വിതരണം ചെയ്യുന്നത്. എവരിഡേ ഗോൾഡ് ക്ലാസിക് ബ്രാൻഡിക്ക് 630 രൂപയാണ് വില. വില 173.79, നികുതി 436.21. ബ്രൂവറി വിവാദം കത്തിനിൽക്കെയാണ് സർക്കാർ മദ്യത്തിനു വില കൂട്ടിയിരിക്കുന്നത്. ഇന്ത്യന് നിർമ്മിത വിദേശ മദ്യത്തിനും ബിയറിനും വൈനിനുമാണ് ഇന്നു മുതൽ വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. മദ്യനിർമ്മാണ കമ്പനികളുടെ ആവശ്യം കണക്കിലെടുത്താണ് തീരുമാനം. ശരാശരി 10% വില വർധന ഒരു കുപ്പിയിലുണ്ടാകും. കിങ്ഫിഷർ അൾട്ര ലാഗര് ബിയറിന് 64.81 രൂപയാണ് വില.
നികുതി 75 രൂപ 19 പൈസ ഉൾപ്പെടെ 140 രൂപക്കാണ് വിൽക്കുന്നത്. ഹെനിക്കന് ലാഗര് ബിയറിന് 78 രൂപ 70 പൈസ വിലയ്ക്കൊപ്പം 91 രൂപ 30 പൈസ നികുതി ഉൾപ്പെടെ 170 രൂപക്കാണ് ലഭിക്കുന്നത്. കിങ്ഫിഷർ എക്സ്ട്രാ പ്രീമിയം ലാഗര് ബിയർ 130 രൂപ, വില 60.19, നികുതി 69.81. കിങ്ഫിഷർ സിഗ്നേച്ചർ സ്ട്രോങ് ബിയർ 110 രൂപ, വില 50.93, നികുതി 59.07. ഹെവാർഡ്സ് 5000 എക്സ്ട്രാ സുപ്പീരിയർ സ്ട്രോങ് ബിയർ 150 രൂപ, വില 69.44, നികുതി 80.56. കൊറോണ എക്സ്ട്രാ പ്രീമിയം ബിയർ 220 രൂപ, വില 101.85, നികുതി 118.15. ബെവ്കോയും മറ്റ് കമ്പനികളും തമ്മിലുള്ള റേറ്റ് കോൺട്രാക്ട് അനുസരിച്ചാണ് മദ്യവില നിശ്ചയിക്കുന്നത്. ഓരോ വർഷവും വിലവർധന കമ്പനികൾ ആവശ്യപ്പെടാറുണ്ട്. ചില വർഷങ്ങളിൽ വില കൂട്ടി നൽകും. കമ്പനികളുടെ ആവശ്യം കണക്കിലെടുത്തും അവരുമായി ചർച്ച നടത്തിയുമാണ് പുതിയ വില നിശ്ചയിച്ചതെന്ന് ബെവ്കോ CMD ഹർഷിത ആട്ടല്ലൂരി പറഞ്ഞു. ജനപ്രിയ ബിയറുകൾക്ക് 20 രൂപ വരെ കൂടി. 1000 രൂപയ്ക്കും 1500 രൂപയ്ക്കും ഇടയിലെ വിതിരുന്ന പ്രീമിയം ബ്രാൻഡുകൾക്ക് 130 രൂപ വരെ വില വർദ്ധിച്ചിട്ടുണ്ട്. എത്നോളിന്റെ വില കൂടിയത് ചൂണ്ടിക്കാട്ടിയാണ് മറ്റ് കമ്പനികൾ വിലവർധന ആവശ്യപ്പെട്ടത്. പച്ചക്കറി വിളവെടുപ്പ് ഉത്സവം നടത്തി. കോടഞ്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് സ്വാശ്രയ സംഘത്തിലെ നിരന്നപാറയിലുള്ള ഇൻസൈറ്റ് സംഘത്തിന്റെ പച്ചക്കറി വിളവെടുപ്പ് ഉത്സവം തിരുവമ്പാടി നിയോജകമണ്ഡലം MLA ലിൻഡോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് ഷിബു പുതിയടത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ താമരശ്ശേരി താലൂക്ക് സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ നിഷ KV മുഖ്യാതിഥിയായി. കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി വിപണന ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസ്തുത ചടങ്ങിൽ വാർഡ് മെമ്പർ ചിന്ന അശോകൻ, ബാങ്ക് വൈസ് പ്രസിഡന്റ് PP ജോയ്, ബാങ്ക് ഡയറക്ടർമാരായ കുര്യൻ PP, റസീന സുബൈർ, ശോഭന ചാണ്ടി, ബാങ്ക് സെക്രട്ടറി വിപിൻ ലാൽ, മറ്റ് സ്വാശ്രയ സംഘാംഗങ്ങളിലെ പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു. ചടങ്ങിന് ഇൻസൈറ്റ് SHG പ്രസിഡന്റ് AS രാജു നന്ദി രേഖപ്പെടുത്തി. സെലക്ഷൻ ട്രയൽസ് നടത്തുന്നു. പുല്ലൂരാംപാറ മലബാറിലെ പ്രമുഖ അത്ലറ്റിക് പരിശീലന കേന്ദ്രമായ മലബാർ സ്പോർട്സ് അക്കാദമിയിൽ 2025 മുതൽ 26 വരെ ബാച്ചിലേക്ക് ചേരുവാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് സെലക്ഷൻ ട്രയൽസ് നടത്തുന്നു. 2025 ഫെബ്രുവരി 1 രാവിലെ 8 മണിക്ക് പുല്ലൂരാംപാറ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടത്തുന്ന സെലക്ഷനിൽ 6ാം ക്ലാസ് മുതൽ +1 വരെയുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാം. കുട്ടികൾ വയസ്സ് തെളിയിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റുമായി രക്ഷിതാവിനോടൊപ്പം എത്തിച്ചേരേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെപ്പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. 9446256612 9847116371. കോടഞ്ചേരിയിൽ കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശനം. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പുമായി സഹകരിച്ച് കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശനം നടത്തുന്നു. ജനുവരി 30 മുതൽ ഫെബ്രുവരി 12 വരെയാണ് പരിപാടി. ശരീരത്തിൽ പാടുകൾ, ഉണങ്ങാത്ത വ്രണം, തടിപ്പ്, കൈകാലുകൾക്ക് പെരുപ്പ്, മരവിപ്പ് എന്നിവ ഉണ്ടെങ്കിൽ പരിശോധിച്ച് കുഷ്ഠരോഗമല്ല എന്ന് ഉറപ്പുവരുത്തണം. കുഷ്ഠരോഗം ഇപ്പോൾ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും. പാടുകൾ നോക്കാം. ആരോഗ്യം കാക്കാം. സൂക്ഷ്മ ജലസേചന പദ്ധതിക്ക് ധനസഹായം കർഷകർക്ക് അപേക്ഷ നൽകാം. കോഴിക്കോട് ജില്ലയിലെ കർഷകർക്ക് കൃഷിയിടങ്ങളിലെ സൂക്ഷ്മജലസേചന രീതികളായ ഡ്രിപ്പ്, സ്പ്രിംഗ് എന്നിവ സ്ഥാപിക്കുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതിക്ക് കൃഷിവകുപ്പ് അപേക്ഷ ക്ഷണിച്ചു. സ്കീമിൽ ഓരോ തുള്ളിയിലും കൂടുതൽ വില സൂക്ഷ്മജലസേചന മാർഗത്തിലൂടെ കൃഷിയിടങ്ങളിൽ സബ്സിഡിയോടെ സ്ഥാപിക്കുന്ന പദ്ധതിയാണിത്. സ്വന്തമായി കൃഷിയിടമുള്ള ചെറുകിട നാമമാത്ര കർഷകർക്ക് പദ്ധതി ചെലവിന്റെ അനുവദനീയ ചെലവിന്റെ 55%, മറ്റുള്ള കർഷകർക്ക് 45% സാമ്പത്തിക ആനുകൂല്യം ലഭിക്കും. അപേക്ഷാ ഫോം ജില്ലയിലെ കൃഷിഭവനുകളിലും പുതിയറ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലും ലഭിക്കും. അപേക്ഷയോടൊപ്പം ആധാർ, ബാങ്ക് പാസ്ബുക്ക്, ഈ വർഷം ഒടുക്കിയ ഭൂനികുതി രശീതി, ജാതി സർട്ടിഫിക്കറ്റ്, പട്ടികജാതി പട്ടികവർഗക്കാർക്ക് മാത്രം എന്നിവയുടെ പകർപ്പുകൾ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോണ് 7018541002 9496519012 9446521850. കോടഞ്ചേരി സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷം രാഗതുഷാരം 2025 ഇന്ന്. കോടഞ്ചേരി സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന സ്കൂൾ സർഗോത്സവ പരിപാടി ഇന്ന് വൈകിട്ട് 5:30 ആരംഭിച്ച് രാത്രി 10 മണിക്ക് അവസാനിക്കും. പരിപാടിയിൽ മലയോര കുടിയേറ്റ കർഷകന്റെ കഷ്ടപ്പാടിന്റെ കഥ പറയുന്ന നാടകാവിഷ്കാരം ശ്രദ്ധേയമാകും. ഇതിന്റെ സംവിധാനം നിർവഹിക്കുന്നത് പ്രശസ്ത നാടക പ്രവർത്തകൻ KPSC വിൽസനാണ്. പ്രകാശ നിയന്ത്രണം ഷമിത് മാളവിക കൊയിലാണ്ടി നിർവഹിക്കും.
ആകെ 243 കലാകാരന്മാരാണ് രാവതുഷാരം 2025 വിവിധ പരിപാടികളിലായി വേദിയിലെത്തുന്നത്. വേദികളിൽ നിന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ചവിട്ടുനാടകം പരിപാടിയിലെ പ്രധാന ആകർഷണമായിരിക്കും. കാര്യപരിപാടികൾ: സ്കൂൾ റിപ്പോർട്ട്, പ്രാർത്ഥന, സ്വാഗതം, വിജോയ് തോമസ്, പ്രിൻസിപ്പാൾ, സെന്റ് ജോസഫ്സ് HSS കോടഞ്ചേരി, അധ്യക്ഷൻ ഫാദർ കുര്യാക്കോസ് ഐക്കുളമ്പിൽ, സ്കൂൾ മാനേജർ, ഉദ്ഘാടനം അലക്സ് തോമസ് ചെമ്പകശ്ശേരി, പ്രസിഡന്റ്, കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത്. അനുഗ്രഹ പ്രഭാഷണവും ഉപഹാര സമർപ്പണവും ഫാദർ ജോസഫ് പാലക്കാട്ട്, കോർപ്പറേറ്റ് മാനേജർ, താമരശ്ശേരി രൂപത. വളരെ ചെറിയ വെളുത്ത ചതുരം ആശംസകൾ: വാസുദേവൻ മാസ്റ്റർ, വാർഡ് മെമ്പർ, ജിബിൻ പോൾ, ഹെഡ്മാസ്റ്റർ, സെന്റ് ജോസഫ്സ് LPS കോടഞ്ചേരി, റോക്കച്ചൻ പുതിയടത്ത് PTA പ്രസിഡന്റ്, അനൂപ് ജോസ് സ്റ്റാഫ് സെക്രട്ടറി, ഇമ്മാനുവൽ ജോൺ വിദ്യാർത്ഥി പ്രതിനിധി. മറുപടി പ്രസംഗം: സുബി അബ്രാഹം, സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക. നന്ദി, ബിനു ജോസ്, ഹെഡ്മാസ്റ്റർ, സെന്റ് ജോസഫ്സ് HSS കോടഞ്ചേരി. ദേശീയഗാനം. കോടഞ്ചേരി കണ്ണോത്ത് തരണിയിൽ ITT പൈലി പാപ്പച്ചൻ 78 അന്തരിച്ചു. സംസ്കാരം 2025 ജനുവരി 29 ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 3:30 കണ്ണോത്ത് സെന്റ് മേരീസ് പള്ളിയിൽ. ഭാര്യ മേരിയമ്മ ഇളപ്പുങ്കൽ കുടുംബം. മക്കൾ ലക്കി, കാനഡ, ലെനി, ഒമാൻ. മരുമക്കൾ മനോജ് ഇടയാടി, കാനഡ, ഗ്ലോറിയ ചിറമൽ, ഒമാൻ. ഇദ്ദേഹം കണ്ണോത്ത് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായും യൂത്ത് കോൺഗ്രസ് കോടഞ്ചേരി മണ്ഡലം സെക്രട്ടറിയായും കോടഞ്ചേരി മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറിയായും കോടഞ്ചേരി പഞ്ചായത്ത് കർഷക കോൺഗ്രസ് ട്രഷററായും കണ്ണോത്ത് പബ്ലിക് ലൈബ്രറി സ്ഥാപക സെക്രട്ടറിയായും കണ്ണോത്ത് റബ്ബർ ഉൽപാദക സംഘം സ്ഥാപക കമ്മിറ്റി അംഗമായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.